everyone, welcome to XandY Learning. 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ സാധാരണയായി എല്ലാ വർഷവും അവരുടെ സ്കൂൾ പഠന കാലഘട്ടത്തിൽ വർഷത്തിൽ 3 തവണയാണ് സാധാരണ എക്സാമുകൾ എഴുതാറുള്ളത്. ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും അവസാനം ഒരു വാർഷിക പരീക്ഷയും നടക്കുമ്പോൾ അതെല്ലാം ക്വാളിഫയിങ് എക്സാം ആയിട്ടാണ് നമ്മൾ പരിഗണിക്കാറുള്ളത്. സാധാരണഗതിയിൽ അവന്റെ ക്ലാസ്സിലെ മറ്റുള്ള വിദ്യാർത്ഥികളുമായി ഒരു താരതമ്യ പഠനം മാത്രമേ അതിലൂടെ സാധിക്കുകയുള്ളൂ. എന്നാൽ അവരുടെ ജില്ലയിലെ അല്ല അവരുടെ സംസ്ഥാനത്തെ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള മറ്റുള്ള വിദ്യാർത്ഥികളുമായി കോമ്പീറ്റ് ചെയ്യുന്ന പല എക്സാമുകളും ഈ ഒരു ഹൈസ്കൂൾ കാലഘട്ടത്തിനിടയിൽ ഒരു കുട്ടിക്ക് എഴുതാൻ സാധിക്കുമെന്നുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് LSS എക്സാമും അതേപോലെ 7ാം ക്ലാസ്സിൽ USS എക്സാം, 8ാം ക്ലാസ്സിലാണെങ്കിൽ NMMS പോലെയുള്ള എക്സാമുകളൊക്കെ ചെയ്യുന്നത് സ്കോളർഷിപ്പ് എക്സാമുകളായിട്ട് നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവർ സംസ്ഥാന തലത്തിൽ സ്കോളർഷിപ്പ് നൽകും. USS എന്നുള്ള എക്സാമിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 7ാം ക്ലാസ്സിലെ മിടുക്കരെ കണ്ടെത്താനുള്ള എക്സാമാണ് USS അഥവാ അപ്പർ സെക്കൻഡറി സ്കോളർഷിപ്പ് എക്സാം എന്നുള്ളത്. സാധാരണഗതിയിൽ 7ാം ക്ലാസ് കഴിഞ്ഞ ഉടനെയാണ് ഇപ്പോൾ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് ഈ ഒരു സ്കോളർഷിപ്പ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സാധാരണ നമ്മുടെ സ്കൂളിലെ എക്സാം പോലെ റിട്ടൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് എഴുതുന്ന റൈറ്റിംഗ് എക്സാം അല്ല. നേരെ മറിച്ച് MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിലുണ്ടാവുക. 4 ഓപ്ഷനുകൾ അതിൽ തന്നിട്ടുണ്ടാകും. ശരിയായ ഉത്തരത്തിനു നേരെ നമ്മൾ OMR ഷീറ്റ് ഉപയോഗിച്ച്, OMR ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ 4 ഓപ്ഷനിലെ കൃത്യമായ ഉത്തരം ഏതാണോ അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ബ്ലാക്ക് കൊണ്ട് അല്ലെങ്കിൽ നീലമഷി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അത് കറുപ്പിച്ച് അത് കമ്പ്യൂട്ടർ ആയിരിക്കും ചെക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എക്സാമുകൾ ഒരിക്കലും ഒരു ടീച്ചർ മാനുവൽ ആയിട്ടുള്ള വാല്യുവേഷൻ അല്ല നടക്കുക, കമ്പ്യൂട്ടറൈസ്ഡ് വാല്യുവേഷൻ ആയിരിക്കും. അതിലൊരിക്കലും തെറ്റു പറ്റൂല. അതുകൊണ്ട് തന്നെ ഇതിലൊരു റീവാല്യുവേഷൻ പോലുള്ള ഓപ്ഷൻ പോലും എന്ത് ചെയ്യുക, ഈ പറഞ്ഞ USS എക്സാമിന് ഇല്ല എന്നുള്ളതാണ്. എന്താണ് ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് എഴുത്തു പരീക്ഷകൾ മാത്രം എഴുതിയ ശീലം ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് കിട്ടുന്ന രൂപത്തിലേക്ക് അവർ മറ്റുള്ള വിദ്യാർത്ഥികളുമായി മത്സരിച്ച് വേണം ഈ ഒരു എക്സാം എഴുതുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാമിൽ 2 പേപ്പറുകളിലായിട്ട് രാവിലെയും ഉച്ചക്കുമാണ് എക്സാം ഉണ്ടാവുക. പേപ്പർ 1-ൽ, ഒന്നാമത്തെ പേപ്പറിൽ ഏതെങ്കിലും നമ്മുടെ ലാംഗ്വേജ്, അറബിക്, ഉറുദു, സംസ്കൃതം പോലെയുള്ള ലാംഗ്വേജ്, അതേപോലെ മലയാളം, മാത്സും ആയിരിക്കും ഉണ്ടാവുക. അവിടെ 45 ചോദ്യങ്ങൾ ഉണ്ടാകും. പേപ്പർ 2-ൽ ഇംഗ്ലീഷ്, ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, അതിനു പുറമെ GK ജനറൽ നോളജ് ഉണ്ടാകും. അതേപോലെ ജനറൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. മാറ്റ്, മെന്റൽ എബിലിറ്റി ടെസ്റ്റും എന്ത് ചെയ്യും അതിന്റെ കൂട്ടത്തിൽ പേപ്പർ 2-ൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു എക്സാമിൽ അവിടെയും 45 മാർക്ക്, അങ്ങനെ ടോട്ടൽ 90 മാർക്കാണ് ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി നേടാൻ സാധിക്കുക എന്നുള്ളത്. അവിടെ 70% അഥവാ 90-ൽ 63 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി എന്താണ്, USSന് അർഹനായി എന്നുള്ളതാണ്, സ്കോളർഷിപ്പിന് അർഹനായ വിദ്യാർത്ഥിയാണ്. 80% ആണെങ്കിൽ അഥവാ 72 മാർക്ക് 90-ൽ കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്താണ്, ഗിഫ്റ്റഡ് സ്റ്റുഡന്റ് എന്നുള്ള കാറ്റഗറി ലെവലിലാണ് എത്തുക. അഥവാ ഏറ്റവും മിടുക്കരിൽ തന്നെ മിടുക്കരെ കണ്ടെത്താനാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഗിഫ്റ്റഡ് സ്റ്റുഡൻറ് എന്നുള്ള. അവർക്ക് വേണ്ടി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാമ്പുകൾ, ചില ഗവൺമെന്റ് വിദ്യാഭ്യാസ ജില്ലകളുടെ വ്യത്യസ്തങ്ങളായ ലെവലിലുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാവും. ഭാഗ്യമുണ്ടെങ്കിൽ അവർക്ക് ഈവൻ ഫീൽഡ് ട്രിപ്പുകൾ വരെ, അതേപോലെ ഉന്നതരായിട്ടുള്ള IAS പോലെയുള്ള സയന്റിസ്റ്റുമാർ പോലെയുള്ളവരുമായിട്ട് സംസാരിക്കാനുള്ള, ഇന്ററാക്ട് ചെയ്യാനുള്ള, അവരുടെ ക്ലാസ്സുകൾ കേൾക്കാനും ഭാവിയെക്കുറിച്ചുള്ള കരിയർ ഗൈഡൻസ് പോലെയുള്ള ഒരുപാട് ലെവലിലേക്ക് അവർക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന് വേണ്ടി ഫ്രീ ആയിട്ട് തന്നെ ഗവൺമെന്റ് സ്വന്തം ചെലവിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം സ്റ്റുഡൻസിന് വേണ്ടി ഒരുപാട് ക്യാമ്പുകളും പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അപ്പൊ ഏറ്റവും മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തുന്ന ഈ ഒരു എക്സാം എന്ന് പറയുന്നത് അതിന് കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു എക്സാം എഴുതുമ്പോൾ, അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു എക്സാം എഴുതുമ്പോൾ അവരെ ഒരുപാട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. നേരെ മറിച്ച് ഇതിൽ തന്നെ അവരുടെ, ഇത് നമ്മളെ കഴിഞ്ഞ കൊല്ലത്തെ 2023-ലെ അതിൻ്റെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് നൽകിയിട്ടുള്ള സർക്കുലറിലുള്ള കാര്യങ്ങളാണ്. ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും 7ാം ക്ലാസ് വരെയുള്ള മുഴുവൻ സിലബസും അതിലെന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തി
ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ MCQ ആണ്, ബഹുവികല്പ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അവർ പ്രാധാന്യം നൽകുന്ന ഓരോരോ ഏരിയകൾ, അറിവിന്റെ സ്വാംശീകരണം, അറിവിന്റെ പ്രയോഗം, അതിന്റെ വിശലനാത്മകത, അതേപോലെ തന്നെ വിലയിരുത്താനുള്ള കഴിവ്, സൃഷ്ടിപരത, ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങളെ ഒരു കുട്ടിക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള USS പോലെയുള്ള എക്സാമുകൾ നമ്മൾ ഗവൺമെന്റിലുള്ളത്. അപ്പൊ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ടത്, അതിലെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലാണ്. 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ് UP ലെവലിലുള്ള സയൻസും സോഷ്യൽ സയൻസും അതേപോലെ മാത്സിൻ്റെയും ഒക്കെ ടെസ്റ്റ് അങ്ങോട്ട് അരച്ച് കലക്കി കുടിക്കുന്ന രൂപത്തിൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണകൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചത്, അതേപോലെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു ചോദ്യമായിരിക്കും USSന് എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ടും ചോദിക്കുക. നമ്മുടെ സ്കൂളത്തെ ലെവലിലുള്ള ചോദ്യങ്ങൾ നമുക്കറിയാം, പഴയ പല ചോദ്യങ്ങളും ആവർത്തിച്ചില്ലേ. കഴിഞ്ഞൊരു 3 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഈ വരുന്ന എക്സാമിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് വരിക എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് സാധാരണ സ്കൂളിലെ എക്സാമുകൾ എന്ത് ചെയ്യുക ഉണ്ടാവാറുള്ളത്. ഇത് നേരെ മറിച്ച് അതിൽ തന്നെ ഒരിക്കലും മിക്ക ക്വസ്റ്റ്യനും എന്ത് ചെയ്യില്ല, റിപ്പീറ്റ് ചെയ്യാറില്ല. നേരെ മറിച്ച് അതിൽ തന്നെയുള്ള വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള വളരെ ഉയർന്ന ലെവലിലുള്ള, കാരണം എന്താ, കോമ്പറ്റീഷൻ എക്സാം ആണ്, സ്കോളർഷിപ്പ് എക്സാം ആണ്. അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും കിട്ടുക എന്നുള്ളതല്ല. സ്കൂളിലെ എക്സാം നമ്മളെ എല്ലാവരും A+ നൽകി വിജയിപ്പിക്കുക എന്നുള്ളതാകുമ്പോൾ കോമ്പറ്റീഷൻ എക്സാമിൽ ഒരിക്കലും എന്ത് ചെയ്യുക, പരമാവധി ആളുകളെ ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ അവിടെ ടെക്സ്റ്റ് ബുക്ക് അതിലെ കൃത്യമായിട്ടുള്ള തിയറി അറിയുന്നവൻക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു എക്സാമിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും എന്ത് ചെയ്യണം, കൃത്യമായി അതിലുള്ള തിയറികൾ നമ്മൾ പഠിച്ചു വെക്കണം. രണ്ടാമത്, ഈ എക്സാം ഏറ്റവും വിജയിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യനുകൾ എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പൊ XandY ലേണിംഗ് തന്നെ ഇതിനു വേണ്ടി മാത്രം നമുക്കൊരു ചാനലുണ്ട് അല്ലെ. USSൽ XandYയുടെ USS എന്നുള്ള ഈ ഒരു ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ ഒരുപാട് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കും വേണ്ടി മാത്രം തിയറിയും അതേപോലെയുള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അതിൽ ഒരുപാട് ഷോർട്സുകൾ ഉണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ അതിന്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ എല്ലാ ഏരിയകളിലും, ബേസിക് സയൻസ് ആവട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, മലയാളം ആവട്ടെ, അതേപോലെ മാത്സ് ആവട്ടെ, അതിലൊക്കെയുള്ള, പ്രത്യേകിച്ച് സയൻസ് ആൻഡ് മാത്സ് എന്നുള്ളതാണ് ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടും അല്പം പ്രയാസം ഉണ്ടാക്കുന്ന വിഷയങ്ങൾ എന്നുള്ളത്. നമ്മളൊക്കെ പല സ്കൂളുകളുമായിട്ടും പല ഈ പറഞ്ഞ USSുമായി ബന്ധപ്പെട്ട ടീച്ചേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോഴും കുട്ടികളുടെ റെസ്പോൺസ് എടുക്കുമ്പോഴൊക്കെ, സാർ മാത്സ് വലിയ ഒരു പ്രോബ്ലം തന്നെയാണെന്നാണ് മിക്ക രക്ഷിതാക്കളും പറയാറുള്ളത് അല്ലെ. അവിടെ റേഷ്യോ വരും, അതേപോലെ തന്നെ അവിടെ കലണ്ടറുമായി ബന്ധപ്പെട്ട ചോദ്യം വരും, അവിടെ ക്ലോക്കിലെ സൂചികൾ തമ്മിലുള്ള ആംഗിൾ ചോദിക്കും. ഇതൊക്കെ സ്ഥിരം വരുന്ന ചില ഏരിയാസ് ആണ്. പക്ഷെ ആ സെയിം ക്വസ്റ്റ്യൻ ആവൂല, പക്ഷെ അതിന്റെ ആ പറഞ്ഞ തിയറി അറിയുന്നവർക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം എന്ത് പറ്റുള്ളൂ. അവിടെ നമ്മളെ അസീം സാറും അതേപോലെ ഷഫീർ സാറും ബാസിൽ സാറും ലതിത മാമും അതേപോലെയുള്ള മറ്റുള്ള വിഷയങ്ങളിലെ എല്ലാ നമ്മുടെ ടീച്ചേഴ്സും നൽകുന്ന ഈ ഒരു ചോദ്യങ്ങൾ എന്നുള്ളത് കഴിഞ്ഞ വർഷം നമ്മുടെ എല്ലാ കുട്ടികളും പറഞ്ഞതാണ്, ഒരുപാട് അവരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത്. കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ അതുപോലെ ചോദിച്ചിട്ടുണ്ട്, ചില ചോദ്യങ്ങൾ അതുമായി അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവർക്ക് എക്സാമിൽ എഴുതാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ വർഷം 2023 കഴിഞ്ഞ മാസം എക്സാം എഴുതിയ പല വിദ്യാർത്ഥികളും നമ്മുടെ അനുഭവങ്ങളും അവരുടെ മെസ്സേജുകളായിട്ടൊക്കെ നമുക്ക് ഒരുപാട് തന്നിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു USS എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ എന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെ ഒരുപാട് ചോദ്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരിചയപ്പെടാൻ സാധിക്കും. ഈ ഒരു USSനും വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ 7ാം ക്ലാസ്സിലെ USS പോലെയുള്ള ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ എക്സാം നിങ്ങൾ എഴുതുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ ഒന്ന് മെസ്സേജ് ചെയ്യുക. USS എന്ന് പറഞ്ഞുകൊണ്ട് USS വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ടെക്സ്റ്റ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലെ നമ്മൾ നിങ്ങളെ ആഡ് ചെയ്യിക്കും. നിങ്ങളുടെ ഈ പറഞ്ഞ എല്ലാ കഴിവുകളും തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ള ഒരുപാട് കോമ്പറ്റീഷൻ എക്സാമുകളിലേക്കുള്ള ഒരു കവാടം കൂടിയാണ് USS. നിങ്ങൾ പിന്നെ ഗിഫ്റ്റഡ് സ്റ്റുഡൻ്റ് ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ
USSലെ സ്കോളർഷിപ്പ് ആയിട്ട് ലഭിക്കുന്ന 1500 രൂപ ഒരു വർഷത്തിൽ ലഭിക്കുന്നു. അത് 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ്സിൽ 3 വർഷം നമുക്ക് ലഭിക്കുന്ന ആ തുകയുടെ അളവോ അല്ല USSനെ ഏറ്റവും നന്നായിട്ട്. നേരെ ഞാനൊരു USS നേടിയ കുട്ടിയാണെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ക്രെഡിറ്റ് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ സ്കൂളുകളിലും വരുന്ന വർഷങ്ങളിലൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ഉപകാരപ്പെടും. മാത്രമല്ല ഈ ഒരു എക്സാം ഈവൻ ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അത് അടുത്തുള്ള കോമ്പറ്റീഷൻ എന്താണ് കോമ്പറ്റീഷൻ എക്സാം എന്ന് പരിചയപ്പെടുവാനും ഭാവിയിൽ NMMS പോലെയുള്ള NTSE പോലെയുള്ള ഒളിമ്പ്യാഡ്സ് പോലെയുള്ള ഒരുപാട് കോമ്പറ്റീഷൻ എക്സാമുകളിലേക്കുള്ള ഒരു പ്രവേശന കവാടമായിട്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നമുക്ക് USSനെ കാണാം. അപ്പൊ എന്താ ചെയ്യുക, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കളും എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഈ ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾ എന്ത് ചെയ്യുക, എത്തിച്ചു കൊടുക്കുക. ഇന്ന് മുതൽ തന്നെ ഈ പറഞ്ഞ USSുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രിപ്പറേഷൻ മാനസികമായിട്ട് നമ്മൾ തയ്യാറാവണം. അതിന്റെ സമയം ആകുമ്പോൾ തീർച്ചയായിട്ടും XandY എന്ത് ചെയ്യും, നിങ്ങളുടെ കൂടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സഹകരണത്തോടു കൂടിയും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. കഴിഞ്ഞ വർഷത്തിന് മുമ്പ് 2022 നമ്മൾ ഏകദേശം 2500-ലധികം വിദ്യാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ USS നേടിക്കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അവർക്കായിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമുകൾ മലപ്പുറത്തും കോഴിക്കോടും തൃശ്ശൂരും കേരളത്തിന്റെ പല ജില്ലകളിലുമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൂടെ അവർക്ക് ഒരുപാട് കരിയർ ഗൈഡൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവർ ഫ്യൂച്ചറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവർക്കുള്ള അവാർഡ് വിതരണം ഒക്കെ നടത്തി ഏറ്റവും നമ്മളെ ഈ ഒരു ടീമുമായിട്ട് വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് ആണ് അന്ന് നമ്മൾ എന്ത് ചെയ്തത്, ആ ഒരു പ്രോഗ്രാം ഒക്കെ വെച്ചത്. അപ്പൊ എന്താ ചെയ്യുക, ഇത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ തീർച്ചയായിട്ടും എത്തിച്ചു കൊടുക്കുക. ഇന്ന് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ USS എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ജോയിൻ ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ. ബൈ.